മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വനിതാ നേതാവിന് നേരെയുണ്ടായ അതിക്രമത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി. കെജ്രിവാളിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയണമെന്നും സ്വാതി മലിവാളിനെ ഭീഷണിപ്പെടുത്തി പരാതി ഒതുക്കുകയാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിക്കുന്നു. കെജ്രിവാളിന്റെ നിർദ്ദേശത്തോടെ പേഴ്സണൽ സ്റ്റാഫ് ആക്രമിച്ചതായി രാജ്യസഭാംഗം സ്വാതി മലിവാൾ പോലീസ് കൺട്രോൾ റൂമിൽ പരാതിപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ആപ്പിന് വലിയ തിരിച്ചടിയായിക്കൊണ്ട് വനിതാ നേതാവിന്റെ പരാതി, ഇതുമായി ബന്ധപ്പെട്ട ബിജെപിയുടെ നിലപാട് എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ഗുരുതരമായ ആരോപണവും പരാതിയുമായിരുന്നു ആം ആദ്മിയുടെ തന്നെ വനിതാ നേതാവും രാജ്യസഭാ അംഗവും ഡൽഹി വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷയുമായിരുന്ന സ്വാതി മലിവാൾ ഉന്നയിച്ചിരുന്നത്. സ്വാതി മലിവാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ കോൾ മുഖേനയായിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് തനിക്ക് മർദ്ദനമേറ്റു, തന്നെ ആക്രമിച്ചു. കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള വൈഭവ് കുമാറാണ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടി തന്നെ ആക്രമിച്ചത് എന്നുള്ളതായിരുന്നു പോലീസ് കൺട്രോൾ റൂമിൽ ഫോൺ മുഖേന നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പരാതി ഒത്തുതീർപ്പാക്കുന്നതിനും ഒതുക്കി തീർക്കുന്നതിനുമുള്ള ശ്രമമാണ് ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. രേഖാമൂലമുള്ള പരാതി ഇതുവരെ സ്വാതി മലിവാൾ നൽകിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ ബിജെപിയും ഇടപെടുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കവേ തന്നെ ഈ രാജ്യ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കും ഈ വിഷയത്തെ ബിജെപി കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ, മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ വനിതാ നേതാവിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ബിജെപി ഡൽഹി നേതൃത്വം ഇതിനോടകം തന്നെ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഒരു വനിതാ നേതാവ് ആക്രമിച്ചു എന്ന പരാതി ഉയർന്നിട്ടും കാര്യമായ ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ ശക്തമായ നടപടിയും അന്വേഷണവും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം, അതല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ബിജെപി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായതിനെ അതൊരു വലിയ ഗുരുതരമല്ലാത്ത സംഭവമാക്കി മാറ്റുന്നതിനും കേസ് ഒത്തുതീർപ്പാക്കുന്നതിനുമാണ് ഇപ്പോൾ ആം ആദ്മി നേതൃത്വം ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് ശ്രമിക്കുന്നത് എന്ന കാര്യം കൂടി ബിജെപി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആദ്യം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പരാതി നൽകിയ സ്വാതി മലിവാളിനെ ഭീഷണിപ്പെടുത്തി പരാതി ഒതുക്കാനാണ് ആം ആദ്മി നേതൃത്വം ശ്രമിക്കുന്നത് എന്ന ആരോപണവും ബിജെപി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇതുവരെ രേഖാമൂലം കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തനിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് വിളിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചു എന്ന പരാതിയും സ്വാതി മലിവാൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ കോൾ മുഖേന അറിയിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചതാണ്. അത് പോലീസും സമ്മതിക്കുന്നുണ്ട്, തനിക്ക് മർദ്ദനമേറ്റതായി പറയുന്നു. പക്ഷേ രേഖാമൂലം വരെ പരാതി ഇതുവരെ സ്വാതി മലിവാൾ നൽകാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമമാണ്, അത് വലിയ വിഷയമാണ്. എന്തുകൊണ്ട് ഇവരിങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് പ്രത്യേകിച്ചും അതെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ബിജെപി പറയുന്നത് ഇതിനു മുൻപും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിക്ക് നിരക്കാത്ത രീതിയിലാണോ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നടപടികൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ ഇങ്ങനെ ആക്രമിച്ചൊക്കെ ഒതുക്കുന്നത് സ്ഥിരം സംഭവമാണോ എന്നുള്ളതാണ്. ലക്ഷ്മി, സ്വാതി മലിവാളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാതി മലിവാളിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു വ്യക്തമായ പ്രതികരണം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലേക്ക് പോവുകയും ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ സ്വാതി മലിവാൾ പങ്കെടുത്തിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എത്തിയതും അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം സ്വാതി മലിവാളിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഴിമതിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ അധികാരത്തിലേറിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതെല്ലാം തന്നെ വൻ അഴിമതിയും ഇത്തരത്തിലുള്ള സംഭവങ്ങളുമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ സ്വാതി മലിവാളിന്റെ പരാതി FIR ആയി രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചാൽ നിലവിൽ ഇടക്കാല ജാമ്യത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം പോലും റദ്ദാക്കാനുള്ള നിയമസാധുതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന അരവിന്ദ് കെജ്രിവാൾ കേസിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം, പാർട്ടി കൺവീനർ ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന പ്രത്യേക അപേക്ഷ പരിഗണിച്ചുകൊണ്ടും അത് പരിശോധിച്ചുകൊണ്ടുമാണ് സുപ്രീം
സുപ്രീം കോടതി ഒരു ഇടക്കാല ജാമ്യം ജൂൺ 1-ാം തീയതി വരെ അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ സ്വാതി മലിവാൾ കൃത്യമായ പരാതി നൽകുകയും അത് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്താൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കാനും അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സ്വാതി മലിവാളിനെ ഭീഷണിപ്പെടുത്തി പരാതി ഒതുക്കാനാണ് ആം ആദ്മി നേതൃത്വം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് വനിതാ നേതാവ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നുമുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. BJP ഈ വിഷയം രാജ്യ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല ജിഷ്ണു പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ ജയിലിൽ നിന്ന് തൽക്കാലത്തേക്ക് പുറത്തു വന്നെങ്കിൽ പോലീസ് സ്ത്രീപീഡന ആരോപണം ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നൊരു സാഹചര്യം, ആ ഒരു സ്ഥിതി ഒട്ടും നിസ്സാരമല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ PAയുടെ കാര്യം, അത് മനീഷ് സിസോദിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ വലങ്കൈയാണ് ബിബുകുമാർ എന്ന് പറയുന്നത്. മാത്രമല്ല 2 NGOകളുടെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. കെജ്രിവാൾ ജയിലിലേക്ക് പോയപ്പോൾ ആദ്യം കാണാൻ ചെന്ന വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ PAയ്ക്കുള്ള പിടിപാട് നിസ്സാരമല്ല. ഒരുപക്ഷെ കൂടുതൽ അന്വേഷണം നടന്നാൽ ഈ PAയും കുടുങ്ങും എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും ഒരുപക്ഷെ അങ്ങനെയൊക്കെയാണ് സൂചനകൾ കിട്ടുന്നത്. ലക്ഷ്മി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത ആൾ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം, ഒപ്പം ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ ഭരണകാര്യങ്ങളിൽ പോലും ഇടപെടാൻ അരവിന്ദ് കെജ്രിവാൾ സ്വാധീനം നൽകുന്ന വ്യക്തി തന്നെയാണ് വൈഭവ് കുമാർ. അതുമാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ വൈഭവ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുള്ളൂ എന്നുള്ളത് ആം ആദ്മി നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഡൽഹി സർക്കാരിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സ്വാതി മലിവാൾ ആദ്യഘട്ടത്തിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് നൽകിയിട്ടുള്ള പരാതി അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസും നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശം അനുസരിച്ച് വൈഭവ് കുമാർ സ്വാതി മലിവാളിനെ ആക്രമിച്ചതിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു രേഖാമൂലമുള്ള പരാതി നൽകാൻ സ്വാതി മലിവാൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടി 2 കോളുകളായിരുന്നു പോലീസ് കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചിരുന്നത്. അതിൽ സ്വാതി മലിവാളാണെന്ന് പരിചയപ്പെടുത്തുകയും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പേഴ്സണൽ സ്റ്റാഫ് വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചു എന്ന് വ്യക്തമായി പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പരാതി മുൻപോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഭീഷണിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മർദ്ദമാണോ ഇതുവരെ സ്വാതി മലിവാളിന്റെ ഭാഗത്തുനിന്ന് രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഈ വിഷയം ഇതുവരെ സ്വാതി മലിവാൾ നിഷേധിച്ചിട്ടുമില്ല. അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ പരാതി ഒതുക്കി തീർക്കാനുള്ള വലിയ ശ്രമം ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ ഇടക്കാല ജാമ്യത്തിൽ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇത്തരത്തിലൊരു വനിതാ നേതാവിനെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്താൽ യാതൊരു സംശയവുമില്ല സുപ്രീം കോടതിയിൽ നിന്ന് ആ ഇടക്കാല ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും. തിരിച്ച് തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും. അതുതന്നെയായിരിക്കണം ഈ പരാതി ഒതുക്കി തീർക്കുന്നതിന്, അത് ഒത്തുതീർപ്പാക്കുന്നതിന് ഇത്രയധികം സമ്മർദ്ദം ആം ആദ്മി ചെലുത്തുന്നത്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ BJP രംഗത്തെത്തുന്നത്. ലക്ഷ്മി.